30 किलोमीटर ना, तो विल टेक 1 hour. So ready? Yes. Yes, yes. ഇനി ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞ് നൂഡിൽസോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ നമ്മളിങ്ങനെ ഓൺ ദ വേയിൽ ഫോൺ കഴിക്കും. ജസ്റ്റ് ഒരു ടീ പ്ലാന്റേഷൻ കിടക്കും, ജസ്റ്റ് നിർത്തി വെറുതെ നമുക്കൊന്ന് കൊണ്ടുപോകും. എൻട്രി ഫീസ് എടുക്കണം, 20 rupees ആണ് പെർ ഹെഡ്. ഇതിന് മുകളിൽ ഒരു റെസ്റ്റോറൻറ്റ് പോലെ ഉണ്ടെന്ന് പറഞ്ഞു, നമുക്ക് അവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. തോട്ടത്തിൽ പോന്നോ? ഇവിടെ മതി ആക്ച്വലി. ചെറിയൊരു ചേഞ്ച് ഉണ്ട് പ്ലാനിൽ. നമ്മൾ വരുന്ന വഴിക്കാൻ എലിഫന്റ് ഫോൾസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറച്ച് വേറെ സ്ഥലങ്ങളിൽ ഫോട്ടോ ഒക്കെ എടുത്തപ്പോൾ ലേറ്റ് ആയപ്പോൾ ഇത് ഓപ്പൺ ആയി. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ജസ്റ്റ് കയറിയിട്ട് പോകാമെന്ന് വെച്ചു. അപ്പോൾ ആദ്യം നമുക്ക് ചായ കുടിക്കാം, എന്നിട്ട് നമുക്ക് ഇതിനുള്ളിൽ പോകാം. നമ്മളിവിടെ കേടും അച്ചാറെല്ലാം കിട്ടാം. ഇവിടെ ഒരു കറിയാണ് സോയാബീൻ പൊട്ടറ്റോ വെച്ചിട്ടുള്ള കറി. പിക്കിളുണ്ട്, കേടില്ല. ജസ്റ്റ് വാട്ടർഫോൾസിലേക്ക് എൻ്റർ ചെയ്തു. 7:30 AM വാട്ടർഫോൾസ് ഓപ്പൺ ആവും. നമുക്കൊരു എൻട്രി ടിക്കറ്റ് എടുക്കണം. എൻട്രി ടിക്കറ്റിന് 100 rupees ആണ് പെർ പേഴ്സൺ. ഇനി നമുക്ക് നോക്കാം. അടുത്തായിട്ടും കുറെ കുട്ടി ഇതല്ലേ നോക്ക്. നമ്മൾ റൈറ്റ് സൈഡിൽ പോയി ഫസ്റ്റ് ഫോൾസ്, പിന്നെ താഴോട്ട് ലെഫ്റ്റ് സൈഡിലാണ് സെക്കൻഡ് ആൻഡ് തേർഡ് ഫോൾസ് വരുന്നത്. നമുക്ക് ആദ്യം ഫസ്റ്റ് ഫോൾസ് കാണാം. എല്ലാത്തിലും സത്യമാണ് ഈ ഫോട്ടോ കണ്ട് നമ്മൾ വേറെ എവിടെയോ പുറത്ത് ഇങ്ങോട്ടോ പോയ പോലെ
അടുത്ത വാട്ടർഫോൾസിലേക്കാണ് പോകുന്നത്. കുറച്ച് എല്ലാവരും കുറച്ചുകൂടി ഇറങ്ങി നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ പോലും നമുക്കത് ഓൺ റോഡ് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ നമ്മുടെ റെസ്പോൺസിബിലിറ്റി നമ്മൾ വരുന്ന സ്ഥലവും നമ്മൾ ക്ലീനാക്കിയിട്ട് കൊണ്ടുപോകാന്നുള്ളത്. കുറേ സ്റ്റിപ്സ് ഉണ്ട്, പക്ഷെ നല്ലതാണ്, എന്താ പറയുക, വെർത്താണ് ശരി. കണ്ടു, മൂന്നും അടിപൊളി വാട്ടർഫോൾസ്. സെക്കൻഡാണ് ചെറിയ വാട്ടർഫോൾസ്, ഫസ്റ്റ് ആൻഡ് തേർഡ് ഭയങ്കര നല്ലതായിരുന്നു. പക്ഷെ ഇവിടെ ഭയങ്കര രസമാണെങ്കിൽ നമുക്കിപ്പോൾ ഇവിടെ റെസ്ട്രിക്ഷൻ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ബാത്തിങ്ങോ സ്വിമ്മിങ്ങോ ഒന്നും അലൗഡ് അല്ലാന്ന്. ബട്ട് സ്റ്റിൽ കുറച്ച് സ്റ്റെപ്പ് ഉണ്ടെങ്കിൽ കൂടിയിട്ട് വെർത്താണ് വരുന്നത്. ഇവിടെ കുറച്ചൊക്കെ ഒരു ഗെയിം സെറ്റപ്പിൽ ജസ്റ്റ് ഒരു ചെറിയൊരു പോർഷൻ ഉണ്ട് ഇവിടെ. ബട്ട് ഇറ്റ്സ് നൈസ് ഓവറോൾ. ശരിക്കും വെച്ചാൽ ഷിലോങ്ങിന് അത്ര ദൂരമില്ലാണ്ട് എപ്പോഴും ഷിലോങ് സ്റ്റേ ചെയ്യുന്ന ആൾക്കാർക്ക് വന്ന് കാണാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് പ്ലേസ് ആണ്. അതും സ്റ്റെപ്സ് ഉണ്ടെന്നുള്ളൊരു പ്രശ്നം. ഇറങ്ങി എത്ര സ്പീഡിലാണ് ചെറുതാക്കി അതൊക്കെ ഉണ്ട്, നല്ലതായിരുന്നു. നമ്മൾ അടുത്ത് പോകുന്നത് സീക്രട്ട് ഫോറസ്റ്റിലേക്കാണ്. ഇതൊന്നും ഇവിടെ നിന്നൊരു എത്ര കിലോമീറ്റർ ഉണ്ട്? 20 ഷിലോങ് 29 സംതിങ് ഉണ്ടായിരുന്നു. ഇവിടുത്തെ കുറച്ചും കുറച്ചുണ്ടാവും. എനിക്കിനി സീക്രട്ട് ഹട്ടിലേക്ക് പോകും. സീക്രട്ട് ഫോറസ്റ്റ്. ഇവിടെ നമുക്ക് രണ്ട് ഗുണമുള്ളത് വെച്ചാൽ, ഒരു കാര്യം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം, പിന്നെ നമുക്ക് ചെറിയൊരു ഷോപ്പിംഗ് സ്ട്രീറ്റ് പോലെയുണ്ട്. നമുക്കിപ്പോൾ ഇൻ കേസ് പോലീസ് ബസാറിൽ പോകാൻ പറ്റുന്ന കാലത്ത് ചെറിയ കുട്ടി കുട്ടി സാധനങ്ങളൊക്കെ വാങ്ങിച്ച് വീട്ടിൽ മുമ്പ് കൊണ്ടുപോകാൻ ഷിലോങ്ങിൻ്റെ ഒരു ഗിഫ്റ്റായിട്ട് കൊണ്ടുപോകാൻ പറ്റിയ കുറേ ക്യൂട്ടായിട്ടുള്ള ഐറ്റംസ് ഉണ്ട്. ഇതാണ് കാർ പാർക്കിംഗ് ഏരിയ. പിന്നെ നമുക്കവിടെ റെസ്റ്റ് റൂം ഉണ്ട്, പിന്നെ കിഡ്സിനായിട്ടൊരു ചെറിയ പാർക്ക് ഉണ്ട്. അപ്പോൾ ഞങ്ങളിവിടെ സീക്രട്ട് ഫോറസ്റ്റിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പാർക്ക് ചെയ്തിട്ട് ഇവിടുന്ന് ഫോറസ്റ്റിലേക്ക് അകത്തേക്കുള്ള ഏരിയയാണ് ഈ കാണിക്കുന്നത്. അപ്പോൾ ഒരു ഗൈഡ് ഉണ്ട്. ഗൈഡ് കറക്റ്റായിട്ട് എല്ലാ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്തു തരും. ഓരോ ട്രീൻ്റെയും ഒക്കെ എല്ലാം ഇൻ ഡീറ്റെയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. Flat one is the mother, those 3 pillars of 3 children. It'll be son or daughter, it's okay, but it's got 3 children only, okay? And you can see that small stone is standing over there, line up. That is a boundary of the forest. The forest will not extend
that stone. If the forest cross that stone, mean there is a problem behind the back of the forest and the human being like that. Okay. And the one who are in the village, the one over there now, that is the resting monument. And the two pillar which is standing over there, that is the entrance monument. Okay. But inside the forest, I like to show you the visual monument as well. Okay. You know this flower? Everyone see now? There's a rhododendron. Rhododendron, you have heard of it? Or Arjun Pichal. Most in south is not common name. Because in south is not there. Only rhododendron, if they know, then they will know about this tree. Okay. So this one is a rhododendron. This is a red colored flower. This type of rhododendron, in India we have around more than 100 species. But inside this forest we have only one. You can see only one. But this is a red color with the cast people we can use to make our lipstick, a jam or the juice. But nowadays a lot of people just make wine, agile tea, legal use to make it. After this, the bark of this tree, they can help to make a powder. That powder is very good for diabetes, for the heart BP, and for the sugar. Or for the diabetes, for the heart disease, and for the BP, I mean. Okay? It's very medicine plant is rhododendron. Okay? This, what is used? The flower, is it? The flower, the bark, madam, we use it. Okay? No. ജസ്റ്റ് ഞങ്ങൾക്ക് ഫോട്ടോ ഞങ്ങൾ ഷെയർ ചെയ്യാം. ഇവിടെ നമുക്ക് വീഡിയോ എടുക്കാൻ അലൗഡ് അല്ല. ഇതൊക്കെ റിച്വൽസ് നടക്കുന്നൊരു, നമ്മൾ പറയും ഒരു ആദ്യം ഒരു ചെറിയൊരു സ്ഥലമാണ്. അത് കഴിഞ്ഞിട്ട് മെയിൻ സ്ഥലത്തേക്കാണ് നമ്മൾ നടന്നു പോകുന്നത്. അപ്പോൾ അവിടെ നമുക്ക് ഫോട്ടോ എടുക്കാം, വീഡിയോ എടുക്കാൻ പറ്റില്ല. അവരൊരു ദൈവത്തിൻ്റെ സങ്കല്പം, അവരുടെ റിച്വൽസും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടുത്തെ റൂൾസ്, ഇവിടുത്തെ ഗൈഡ് പറയുന്ന കാര്യം നമ്മൾ ഫോളോ ചെയ്യും. ഹോളി ആയിട്ട് കൊണ്ട് നടക്കുന്ന ഒരു സ്ഥലമാണ്. നമ്മളും അതുപോലെ തന്നെ അതിനെ കീപ്പ് ചെയ്യണം. ഇവിടെ നടക്കുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കാം, ഭയങ്കര കാം ആൻഡ് ക്വയറ്റായിട്ട്. ഇപ്പോഴും ഗൈഡുള്ള കാരണം തന്നെ സറൗണ്ടിങ് എല്ലാം ക്ലീനാണ്. നമ്മൾ അതൊന്നും ഡിസ്ട്രോയ് ചെയ്യാൻ ഒന്നിനും പോകും. നമ്മൾ ജസ്റ്റ് ഈ പാർട്ടികൾ പോകുന്നു, ഗൈഡ് പറഞ്ഞ സ്ഥലത്ത് നിർത്തി നമ്മളത് കേട്ട് അതെന്താണെന്ന് മനസ്സിലാക്കി തിരിച്ചു പോകും. അതാണ് ഇവിടുത്തെ ഒരു കോൺസെപ്റ്റ്. പക്ഷെ നല്ലൊരു, നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മുടെ അവിടെ ഒരുപാട് കാടുകളും ഇതുപോലത്തെ. പക്ഷെ നമ്മളിപ്പോൾ ഒന്നും ഭയങ്കരമായിട്ട് ടൂറിസ്റ്റുകൾക്കൊണ്ടിരിക്കുകയാണ്. അതായത് ജസ്റ്റ് പോവുക, നമ്മൾ തോന്നിയ പോലെയൊക്കെ കുറേ എന്തൊക്കെ കാണിച്ചു തരുന്ന പോലെയാണ്. പക്ഷേ ഇവിടെ ശരിക്കും അവർ കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് നന്നായിട്ട് അതിനെ കൊണ്ട് നടക്കുന്നുണ്ട്. സീക്രട്ട് ഫോറസ്റ്റിൽ നിന്ന് നേരെ ഞങ്ങൾ പോയത് ഒരു കേവിലേക്കായിരുന്നു. അപ്പം അതിൻ്റെ വീഡിയോസും വിശേഷങ്ങളും നെക്സ്റ്റ് വീഡിയോ പറയാം. അതുവരെ സ്റ്റേ ട്യൂൺ. ബൈ.